ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം തടസ്സപ്പെടുത്താനുള്ള ഇസ്രയേൽ നീക്കങ്ങൾക്ക് വൻ തിരിച്ചടി. ഇസ്രയേലിന്റെ ശക്തമായ എതിർപ്പിനിടയിലും ഗാസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ അമേരിക്ക നീക്കം. ജനുവരിയിൽ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരുത്താൻ അമേരിക്ക തീരുമാനിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന. ഗാസയിലെ ഇടക്കാല സർക്കാർ, അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങളും ട്രംപ് പ്രഖ്യാപിക്കുമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ സാധ്യത അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമാണ് ഇസ്രയേൽ തുടരുന്നതെന്ന് മധ്യസ്ഥ രാജ്യമായ ഈജിപ്ത് കുറ്റപ്പെടുത്തി. ഗാസയിൽ വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന ഇസ്രയേൽ നീക്കം ഇതിന്റെ തുടർച്ചയാണെന്നും ഈജിപ്ത് പറയുന്നു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ഇന്നലെയും ആക്രമണം നടത്തി. ഗാസയിലെ സ്ഥിതി കൂടുതൽ ആപത്കരമാണെന്നാണ് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ അറിയിക്കുന്നത്. മരുന്നും ഉപകരണങ്ങളും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഗാസയിലെ ആശുപത്രികൾക്ക് കടുത്ത ഇന്ധനക്ഷാമവും ഇരുട്ടടിയാണ്. ഇന്ധനക്ഷാമം മൂലം നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന അൽ ഔദ ആശുപത്രി എല്ലാ ശസ്ത്രക്രിയകളും നിർത്തിവെക്കേണ്ടി വന്നു. റോഡരികിൽ നമസ്കരിക്കുകയായിരുന്ന പലസ്തീൻ യുവാവിനുമേൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലി കുടിയേറ്റക്കാരനായ റിസർവ് സൈനികൻ വാഹനമിടിച്ചു കയറ്റിയതും വ്യാപക പ്രതിഷേധത്തിന് ഇപ്പോൾ ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം തുടർച്ചയായ രണ്ടാം വർഷവും ഗ്ലോബൽ ബ്രാൻഡിംഗ് ഇൻഡെക്സിൽ അവസാന സ്ഥാനത്തേക്ക് ഇസ്രയേൽ തള്ളപ്പെട്ടിരിക്കുകയാണ്. സർവേ റിപ്പോർട്ട് പ്രകാരം 2 പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇടിവാണിത്. 2025 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നടത്തിയ സർവേയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇസ്രയേലിന്റെ ആകെ സ്കോർ 6.1% കുറഞ്ഞു. 2024 നിന്നും 25 എത്തുമ്പോൾ ഗാസ വംശഹത്യയിൽ ഇസ്രയേൽ ഭരണകൂടത്തോട് മാത്രമല്ല ആഗോളതലത്തിലും ഇസ്രയേലികളോടുള്ള മനോഭാവത്തിൽ മാറ്റമുണ്ടായെന്നും ഇത് നെഗറ്റീവ് ആണെന്നുമാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രയേലിനെതിരായ ആഗോള വിമർശനം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്തെ നിയമവിരുദ്ധമെന്നും കൊളോണിയലെന്നും വിലയിരുത്തുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇത് ആഗോളതലത്തിൽ ഇസ്രയേലിനോടുള്ള വിശ്വാസം കുറയുക, വിദേശ നിക്ഷേപം കുറയുക, ടൂറിസത്തിൽ ഇടിവ് സംഭവിക്കുക, അന്താരാഷ്ട്ര സമൂഹത്തിനിടെ മതിപ്പ് കുറയ്ക്കുക തുടങ്ങിയ സാമ്പത്തിക തിരിച്ചടിയുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളെക്കുറിച്ചും സർവേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രയേലുമായി ബന്ധമുള്ള വസ്തുക്കൾ വാങ്ങുന്നതിലോ സേവനങ്ങൾ സ്വീകരിക്കുന്നതിലോ ആളുകൾക്ക് വിമുഖത വർദ്ധിക്കുന്നുവെന്നും ഇത് മെയ്ഡ് ഇൻ ഇസ്രയേൽ ലേബലുള്ള വസ്തുക്കളെ നേരിട്ട് ബാധിക്കുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2023 ഒക്ടോബറിലെ സംഭവങ്ങൾക്ക് ശേഷം ഇസ്രയേലിന്റെ പലസ്തീൻ ആക്രമണത്തിന് പിന്നാലെ നടത്തിയ സർവേകളിലെല്ലാം തന്നെ ഇസ്രയേലിന്റെ റാങ്കിങ്ങിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ക്രിസ്മസ് നാളിലും ഗാസയിൽ ആക്രമണം ഇസ്രയേൽ തുടർന്നിരുന്നു. ഗാസയുടെ കിഴക്കൻ ഭാഗത്ത് ഇസ്രയേലി ബോംബാക്രമണത്തിന്റെയും ഡ്രോണുകളുടെയും ശബ്ദം ക്രിസ്മസ് രാത്രി മുഴുവനും പുലർച്ചെയും മുഴങ്ങിക്കേട്ടതായാണ് റിപ്പോർട്ട്. ഗാസയിലുടനീളമുള്ള അവശേഷിക്കുന്ന പല പള്ളികളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. പള്ളികളിൽ ചെറിയ ഒത്തുചേരലുകളും പ്രാർത്ഥനകളും മാത്രമാണ് നടന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.